നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധിയെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ആധികാരികമായി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ പാർലമെന്ററി ഡെമോക്രസി, ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യയുടെ ബഹുസ്വരത, ഇന്ത്യയിലെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ നിലനിൽപ്പ് ഏറ്റവും വലിയ ചോദ്യം ചെയ്യുന്ന അന്തരീക്ഷമാണ് ഇന്ന് രാജ്യത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുക. RSS നയിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്, സംഘപരിവാർ നയിക്കുന്ന ഗവൺമെൻറ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക്, രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക്, ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് ഏറ്റവും വലിയ ആപത്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ത്യയിൽ ബഹുസ്വരത അംഗീകരിക്കാത്ത ഹിന്ദുത്വം, ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ നിൽക്കുന്നവരുടെ കയ്യിലാണ് ഇന്ന് ഇന്ത്യ ചെന്ന് പെട്ടിരിക്കുന്നതെന്ന കാര്യം നമ്മൾ കാണേണ്ടതുണ്ട്. നമുക്കറിയാം, 600-പരം നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ. 600-പരം നാട്ടുരാജാക്കന്മാർ തങ്ങളിലുള്ള സംഘർഷത്തിൽ ഇടപെട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇവിടെ ആധിപത്യം ചെലുത്തി. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരണാധികാരം കൈയാളിയതല്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നടത്തിയ ദേശീയ വിമോചന സമരം, ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, ആയിരക്കണക്കിന് ആളുകൾ ജീവൻ ത്യജിച്ച് രക്തസാക്ഷിത്വം വരിച്ചാണ് 1947 ആഗസ്റ്റ് 15 ബ്രിട്ടൻ ഇന്ത്യയെ തുടരാനാവില്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണം, ഇന്ത്യൻ ജനത ബ്രിട്ടനെ ഉൾക്കൊള്ളുകയില്ല, ഇന്ത്യൻ ജനതയെ അടക്കി ഭരിക്കാൻ ഇനി ബ്രിട്ടന് കഴിയില്ല എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും നിർബന്ധിതമായി ഇന്ത്യ രാജ്യം വിടാൻ അവർ നിർബന്ധിതമായി എന്ന് നമുക്ക് കാണാവുന്നത്. എന്നാൽ അന്നു മുതൽ ഇന്ന് വരെ നമ്മുടെ രാജ്യത്ത് മഹാഭൂരിപക്ഷം കാലം ഭരിച്ചത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുകളാണ്. കോൺഗ്രസ് ഗവൺമെൻറ്, നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റും ശാസ്ത്രിയുടെ ഗവൺമെൻറ്റും ഇന്ദിരയുടെ ഗവൺമെൻറ്റും അങ്ങനെ അങ്ങ് പോയ തലമുറ നെഹ്റു കുടുംബത്തിൻ്റെ വാഴ്ച പിൽക്കാലത്തിപ്പം ഭരിച്ച് മഹാത്മാഗാന്ധിയെ കൊന്നവരുടെ കയ്യിൽ, ഗാന്ധിജിയുടെ ഘാതകന്മാരുടെ കയ്യിൽ ഇന്ത്യ എത്തിച്ചു കൊടുത്തിരിക്കുന്നു. അതും ഗാന്ധി ശിഷ്യന്മാരെന്ന് ഭാവിക്കുന്ന കോൺഗ്രസുകാരാണ് ഈ നിലയിൽ നമ്മുടെ രാജ്യത്തെ എത്തിച്ചതെന്നതാണ് ഏറ്റവും വലിയ അപമാനകരം എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. മഹാത്മാഗാന്ധിയെ കൊന്നവർ, ഗാന്ധിജിയുടെ ഘാതകന്മാർ ഇന്ത്യ ഭരിക്കുന്നു. അതാണ് ഇന്ന് നമ്മുടെ രാജ്യവും ജനാധിപത്യ സംവിധാനവും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്ത്യയുടെ ബഹുസ്വരത അംഗീകരിക്കാത്ത ഹിന്ദുവും മുസൽമാനും സിഖുകാരനും പാഴ്സിയും ജൈനന്മാരും മതവിശ്വാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാമുള്ള ജനസമൂഹമാണ് ഇന്ത്യ സമൂഹം. പ്രിയപ്പെട്ടവരെ, ആ ജനസമൂഹത്തിന്റെ പ്രത്യേകത ഇന്ത്യയുടെ ബഹുസ്വരതയെ അംഗീകരിക്കാത്തവർ ഇന്ത്യയെ ഏകസ്വരതയിലേക്ക് നയിക്കാൻ, ഹിന്ദുത്വം, ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ, എന്തിന് രാഷ്ട്രപിതാവെന്ന് എല്ലാവരും സർവസമ്മതമായി അംഗീകരിച്ച മഹാത്മാഗാന്ധിയെ കൊന്ന കാപാലികന്മാരുടെ കയ്യിലാണ് ഇന്ന് ഇന്ത്യ രാജ്യം ചെന്ന് പെട്ടിരിക്കുന്നതെന്ന ആപത്താണ് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യയുടെ നിയമവ്യവസ്ഥയും പാർലമെന്ററി ഡെമോക്രസിയും നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായ ഭീഷണി എന്ന കാര്യം എനിക്ക് മുമ്പ് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആധികാരികമായി തന്നെ ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇടുക്കി ജില്ലയിലെ പാർട്ടിയുടെ ഈ സമ്മേളനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ സമ്മേളനം, ഇതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ വട്ടചട്ടങ്ങൾ, റാലി, റെഡ് വളണ്ടിയർമാരുടെ പരേഡ്, ഇതെല്ലാം എന്ന കാര്യം നമുക്ക് കാണാവുന്ന. ജില്ലയിലെ ആയിരക്കണക്കിന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്ന്, ലോക്കൽ സമ്മേളനങ്ങൾ കഴിഞ്ഞ്, എല്ലാ ഏരിയ സമ്മേളനങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് ഇടുക്കി ജില്ലാ സമ്മേളനം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് ഈ പൊതു സമ്മേളനത്തോടുകൂടി ഇവിടെ സമാപിക്കുന്നു. ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കൂടുതൽ ശക്തിപ്പെട്ടു വരുന്നു എന്ന് പാർട്ടി മെമ്പർഷിപ്പിന്റെ കാര്യത്തിൽ, പാർട്ടി ഘടകങ്ങളുടെ കാര്യത്തിൽ, ഈ കാലഘട്ടത്തിൽ നടത്തിയ പ്രക്ഷോഭ സമരങ്ങളുടെ കാര്യത്തിൽ എല്ലാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ
ചില പ്രത്യേക സാഹചര്യത്തിൽ പരാജയം വന്നുവെങ്കിലും അതിന് മുൻപത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ നമ്മൾ ഈ കേരളത്തിലെ ഈ ജില്ലയിലെ ഭൂരിപക്ഷം ജനങ്ങളെ നമുക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്ന കാര്യം നിസ്സാരമായ ഒരു കാര്യമല്ല. UDF ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ തൊടുപുഴ താലൂക്കിൽ മണ്ഡലത്തിൽ മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന കാര്യവും ബാക്കി 4 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം നേടി ഈ ജില്ലയിൽ നിന്ന് ജയിച്ചു പോയൊരു MLA ഇപ്പൊ കേരളത്തിന്റെ ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ് എന്ന കാര്യവും നമുക്കെല്ലാം അഭിമാനബോധത്തോടുകൂടി ഓർമ്മിക്കാൻ കഴിയുമെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അതിന്റെ എല്ലാവിധ പരിശോധനയും നടത്തി കഴിഞ്ഞാണ് സമ്മേളനം ഇന്ന് സമാപിച്ചിരിക്കുന്നത്. സഹാവ് CB വർഗീസിനെ വീണ്ടും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ഏക അഭിപ്രായത്തോടു കൂടിയാണ് ഈ സമ്മേളനവും അതിന്റെ നടപടിക്രമവും എല്ലാം ഈ പൊതു സമ്മേളനത്തോടു കൂടി സമാപിക്കുന്നതെന്നും മാത്രമല്ല ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തന്ത എന്ന് എടുത്തു കാണിക്കുന്നതാണ് ഇവിടെ നടന്ന ഈ പൊതുസമ്മേളനം. പാർട്ടിയുടെ സ്വാധീനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ സമ്മേളനത്തിൽ ഇവിടെ പ്രകടമാക്കാൻ കഴിഞ്ഞതെന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഒരു ഭാവി പരിപാടി അംഗീകരിച്ച് വീണ്ടും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി CB വർഗീസിനെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്താണ് സമ്മേളനം സമാപിച്ചിരിക്കുന്നത്. ഭാവി പരിപാടിയിൽ വരും നാളുകളിൽ ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് പാർട്ടി നയിക്കുന്ന വർഗവികസന സംഘടനയെ എങ്ങനെ ശക്തിപ്പെടുത്താം, എങ്ങനെ പുതിയ മുന്നേറ്റം നടത്താം, അതിനാസ്പദമായ ഒരു ഭാവി പരിപാടിയും അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. നമ്മുടെ രാജ്യം ഈ സമ്മേളനം നടക്കുന്ന ഘട്ടം ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുന്ന ഘട്ടമാണ്. മഹാത്മാഗാന്ധി കൊന്നവരുടെ കയ്യിൽ ഇന്ത്യ എത്തിച്ചു കൊടുത്തിരിക്കുന്നു. ഗാന്ധി ശിഷ്യന്മാർ കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ ഭരിച്ച് മഹാത്മാഗാന്ധിയെ കൊന്ന RSSകാരുടെ കയ്യിൽ, അതിന്റെ പിന്മുറക്കാരനായ നരേന്ദ്രമോദിയുടെ കയ്യിൽ രാജ്യത്തെ എത്തിച്ചു കൊടുത്തു എന്ന ഒരു പ്രത്യേക ദിശാസന്ധിയിൽ അപമാനകരമായ ഒരു ദേശീയ അന്തരീക്ഷ രാഷ്ട്രീയത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന കാര്യം നമ്മൾ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഈ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരം കൈയാളാൻ അവസരം കിട്ടിയപ്പോൾ, ഭരണാധികാരത്തിൽ പങ്കാളിയാകാൻ അവസരം കിട്ടിയപ്പോൾ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കാഴ്ചപ്പാട് മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ വർഗീയ ശക്തികളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെയും ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷയ്ക്ക് വേണ്ടി നിലപാടെടുക്കാനും എല്ലാ രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനുള്ളത് എന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൽ CPIM സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിച്ചാൽ പ്രിയമുള്ളവരെ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും നമ്മൾ അവരെ അംഗീകരിക്കേണ്ടി വരും ഈ യാഥാർത്ഥ്യമെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അവിടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം സമാപിച്ചിരിക്കുന്ന ഒരു ഭാവി പരിപാടി അംഗീകരിച്ചുകൊണ്ടാണ്. അത് സംബന്ധിച്ചെല്ലാം യോഗത്തിന്റെ അധ്യക്ഷനായ സഖാവ് വർഗീസ് ഇവിടെ വിശദമായി വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം അവസാനം അത് ഇവിടെ വിശദീകരിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രതീക്ഷിക്കുക. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ്, ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തു. അന്ന് നമ്മുടെ രാജ്യത്ത് ലോകത്തെ കീഴടക്കിയ COVID-19 എന്ന മഹാമാരിയെ നേരിട്ടുകൊണ്ട് ജനക്ഷേമ പരിപാടി നടപ്പിലാക്കി. ആ ഗവൺമെന്റ്, ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഭരണ നേട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഏതാണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി രണ്ടാമത് വീണ്ടും സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ ഇടയായതെന്നും ആ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഗോവിന്ദ മാസ്റ്റർ നന്നായി വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുക. രാജ്യത്തിന്റെ ഭരണഘടന, രാജ്യത്തിന്റെ മതനിരപേക്ഷത,
ഈ രാജ്യത്തിന്റെ ബഹുസ്വരത ഒരിക്കലും അംഗീകരിക്കാത്ത ശക്തികളാണ്, അംഗീകരിക്കാത്തവരാണ് സാക്ഷാൽ നരേന്ദ്രമോദി ഗാന്ധി ഘാതകന്മാരുടെ പിന്മുറക്കാരൻ. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന നാണംകേടിൽ ഈ രാജ്യത്തെ എത്തിച്ചത് ഗാന്ധി ശിഷ്യന്മാരെന്ന് ഭാവിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റുകളാണ്, കോൺഗ്രസ് ഭരണാധികാരികളാണ് എന്ന കാര്യം നമ്മൾ ഈ സന്ദർഭത്തിൽ അമർഷത്തോടുകൂടി മാത്രമേ എവിടെയുള്ളവരെ ഓർമ്മിക്കാൻ കഴിയൂ എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനകരമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് കോവിഡ്-19 മഹാമാരി വന്നപ്പോൾ കേരളത്തെ നയിച്ച് ജനങ്ങളെ ചേർത്ത് പിടിച്ച് ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ നൽകിക്കൊണ്ട് നടത്തിയ മഹത്തായ മുന്നേറ്റമാണ് രണ്ടാമത് വീണ്ടും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ തന്നെ വീണ്ടും അധികാരത്തിലെത്തിയതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ആ ഗവൺമെന്റിനെതിരെ ഇന്ന് ഉപജാപം നടത്തുകയാണ് നിക്ഷിപ്ത താല്പര്യക്കാർ. പത്രമാധ്യമങ്ങൾ, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ എതിരാളികൾ രണ്ടാമത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന വഴിപിഴച്ച നയം, അങ്ങേയറ്റത്തെ അവഗണന, വഞ്ചനാപരമായ നിലപാട്, പ്രിയമുള്ളവരെ, ജനങ്ങളെ അണിനിരത്തി ചെറുക്കേണ്ട അതിപ്രധാനമായ രാഷ്ട്രീയ സാങ്കേതികമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, അടുത്ത നാളിലുണ്ടായ വയനാട്ടിലുണ്ടായ ദുരന്തം ഒരു ജില്ല തന്നെ ഒലിച്ചുപോയി. നിരവധി ആളുകളാണ് മരിച്ചത്. ഉണ്ടായ നാശനഷ്ടം, ആയിരക്കണക്കിന് കോടി നാശനഷ്ടം ഉണ്ടായിട്ട് കാര്യമായ ഒരു സഹായം നൽകാൻ പോലും കൂട്ടാക്കാത്ത വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചയാള് സാക്ഷാൽ നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അദ്ദേഹം വയനാട്ടിൽ വന്നു, കൊച്ചുങ്ങളുടെ മൂക്കള തുടച്ചു, ഇല്ലേ? മലയാള മനോരമയും മാതൃഭൂമിയും മംഗളവും മാമാങ്കവും എല്ലാം എഴുതി, പ്രധാനമന്ത്രി എന്തൊരു കാരുണ്യത്തോടു കൂടി ആ കുഞ്ഞുങ്ങളോട് പെരുമാറിയത്, അല്ലേ? കുഞ്ഞുങ്ങളെ താലോലിച്ചു, മൂക്കള തുടച്ചു. പ്രിയമുള്ളവരെ, കേരളത്തിന്റെ വായിൽ മണ്ണിടുന്ന നിലപാടാണ് നരേന്ദ്രമോദിയുടെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചതെന്ന് നമ്മുടെ അനുഭവം നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ആ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടാണ് അങ്ങേറ്റത്തെ അവഗണന, പദ്ധതി വിഹിതം പോലും നൽകുന്ന കാര്യത്തിൽ അവഗണന, ഏറ്റവും വലിയ വഞ്ചനാപരമായ നിലപാട്, അതാണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് സ്വീകരിക്കുന്നത്. നമുക്ക് അർഹമായ പദ്ധതി വിഹിതം, ഇന്ത്യ യൂണിയന്റെ ഭാഗമാണ് നമ്മൾ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞ് മഹത്തായ നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഏത്, ഏറ്റവും പ്രമുഖ സ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവരെ, കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ആർക്കും പറയാൻ കഴിയും. അതാണ് നമ്മൾ കൈവരിച്ച നേട്ടം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ രക്ഷയ്ക്ക്, രാജ്യത്തെ പുരോഗതി, 62 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം, ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യം. ഇവിടെ ഭൂമിക്ക് പരിധി നിശ്ചയിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാനം. കർഷക തൊഴിലാളി പെൻഷൻ ഉറപ്പു ചെയ്ത സംസ്ഥാനം, 63 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരള സംസ്ഥാനം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിദ്യാഭ്യാസം, സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഈ കേരള സംസ്ഥാനം എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഈ നേട്ടങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന് പ്രദാനം ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാ. 57-ലെ EMSന്റെ ഒന്നാം ഗവൺമെന്റും 67-ലെ EMSന്റെ രണ്ടാം ഗവൺമെന്റും 80-ൽ സഖാവ് നായനാരുടെ അധികാരത്തിൽ വന്ന ഗവൺമെന്റും പിൽക്കാലത്ത് അധികാരത്തിൽ വന്ന നായനാരുടെ ഗവൺമെന്റും പിന്നീട് അധികാരത്തിൽ വന്ന സഖാവ് ഈ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും. പ്രിയപ്പെട്ടവരെ, അടുത്ത നാൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് അധികാരത്തിൽ വന്ന സാക്ഷാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ ഭരണം തുടർച്ച നേടി നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റും ഈ സംസ്ഥാനത്ത് നൽകിയ സംഭാവന, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെ കഴിഞ്ഞ് മെച്ചപ്പെട്ട നില, സാമൂഹ്യ അന്തരീക്ഷം, രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ പുരോഗതി, ഇല്ലേ? ദരിദ്രരില്ലാത്ത സംസ്ഥാനം,
പാർപ്പിടമില്ലാത്തവരില്ല, സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ പ്രിയമുള്ള കേരള സംസ്ഥാനം മാത്രമാണ് എന്നാണ് എന്റെ ഉത്തരമെന്ന കാര്യം അഭിമാനബോധത്തോടുകൂടി കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്, UP ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, നരേന്ദ്രമോദിയുടെ പാർട്ടി ഭരിക്കുന്ന ഒട്ടേറെ സംസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. പ്രിയമുള്ളവരെ, അവിടൊന്നും ഈ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയിട്ടില്ല, ഭൂമിയില്ലാത്ത ജനതയില്ല എന്ന അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല, സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല, ഇല്ലേ, ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയിട്ടില്ല. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പോയാലേ അവസ്ഥ അതാ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ചെന്ന് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും, ഇവിടെ കിടപ്പാടമില്ലാത്തവരില്ല, സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കി, നിരക്ഷര അക്ഷരജ്ഞാനമില്ലാത്തവരില്ല. ഇന്ത്യയിൽ ഏത് സംസ്ഥാനമുണ്ട് സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കിയ സംസ്ഥാനം? സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ നാട്, ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ നാട് UP ഉണ്ടോ? ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന സാക്ഷാൽ നരേന്ദ്രമോദിയുടെ നാട് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചോ? ഇല്ല. പ്രിയമുള്ളവര്, മഹത്തായ നമ്മുടെ കേരളം മാത്രമാണ് മഹാനായ EMS നമ്പൂതിരിപ്പാടിന്റെ നാട്, മഹാനായ സഖാവ് നായനാരുടെ നാട്, ഇപ്പൊ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരള സംസ്ഥാനം മാത്രമാണ് ഇന്ത്യ രാജ്യത്തെ നേട്ടം കൈവരിച്ചതെന്ന കാര്യം അഭിമാനബോധത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജില്ലയിലെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഗവൺമെന്റ് പരമാവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ മലയോര ജനതയ്ക്ക് പ്രചോദനം നൽകിയത് മഹത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. മഹാനായ AKGയും EMSും എത്രയോ മഹാന്മാർ നടത്തിയ മഹത്തായ പോരാട്ടമാണ് ഈ രാജ്യത്ത് അയ്യപ്പൻ കോവിലും ചുള്ളിയിലും കീരിത്തോട്ടിലും നടത്തിയ കുടിയൊഴിപ്പിക്കൽ, അമരാവതിയിലും എന്തിന് നമ്മുടെ ആനച്ചാലിൽ നടത്തിയ കുടിയൊഴിപ്പിക്കൽ, ഇതിനെതിരെ നടത്തിയ സമര പോരാട്ടം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിയ സമരം, മലയോര ജനതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മഹത്തായ സമര പോരാട്ടമാണ് നമ്മളെ മലയോര ജനതയെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയെന്ന കാര്യം അഭിമാനബോധത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലയിൽ 10,000-കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുത്തു. ഇവിടെ പട്ടയം നൽകിയത്, ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയത്, കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഇല്ലാതാക്കിയത്, കുടിയൊഴിപ്പിക്കൽ ഭീഷണി അടിച്ചേൽപ്പിച്ചത് എന്നും കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. എന്നാൽ അതെന്നേക്കുമായി അവസാനിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റാണ്. ഒന്നാം EMSന്റെ ഗവൺമെന്റ് 57-ല്, രണ്ടാം EMSന്റെ ഗവൺമെന്റ്, പിന്നീട് അധികാരത്തിൽ വന്ന സഖാവ് നായനാരുടെ ഗവൺമെന്റ് മുതലുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകൾ. അതിൽ മുഖ്യ സ്ഥാനമാണ് ഇവിടെയുള്ളൊരു സാക്ഷാൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം ഗവൺമെന്റും ഇപ്പോൾ രണ്ടാം ഗവൺമെന്റും വഹിക്കുന്ന പങ്കെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അഭിമാനബോധത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഭൂമിയുടെ കേന്ദ്രീകരണം തടഞ്ഞത് എവിടെ? ഇവിടെ 12 ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ പറ്റില്ല ആർക്കാണേലും, ഏത് പ്രമാണിക്കാണേലും. അതാണ് പാർപ്പിടമില്ലാത്ത ഒരു ജനത എവിടെ? പാർപ്പിടം എല്ലാവർക്കും ഉണ്ട്. സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഈ കേരള സംസ്ഥാനം. നെഹ്റുവിന്റെ നാട്ടിൽ നടന്നോ? ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന സാക്ഷാൽ നരേന്ദ്രമോദിയുടെ നാട്ടിൽ, ഗുജറാത്തിൽ, ഗാന്ധിജിയുടെ നാടാണല്ലോ ഗുജറാത്തിൽ, പ്രിയമുള്ളവര്, അവിടെ സമ്പൂർണ്ണ സാക്ഷരത നടപ്പിലാക്കിയോ? ഇല്ല. ഇന്ത്യയിൽ എവിടെ നടന്നു? ഈ കേരള സംസ്ഥാനത്താണ് ഈ മഹത്തായ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത്. ഈ കേരള സംസ്ഥാനത്താണ്. ഞാൻ പറയാം, ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ഈ മണ്ണിൽ സ്വസ്ഥമായി കടന്നുടങ്ങാൻ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? കോൺഗ്രസിന്റെ ഗവൺമെന്റ് എന്നും നമുക്ക് പാരപടിയുകയാണ് ചെയ്തത്. എന്നും അത് കുടിയൊഴിപ്പിക്കൽ ഭീഷണി ഇല്ലേ? അമരാവതിയിലും അയ്യപ്പൻ കോവിലും ചുരുളിയിലും കീരിത്തോട്ടിലും ആനച്ചാലിലും ചെങ്കളത്തും എല്ലാം കുടിയൊഴിപ്പിക്കൽ നടത്തി മലയോര ജനതയെ സ്വന്തം മണ്ണിൽ നിന്നും ആക്ഷിപ്പായിച്ച പാരമ്പര്യമാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾക്കുള്ളതെങ്കിൽ അന്ന് അതിനെല്ലാം എതിരെ പൊരുതത് മഹാനായ AKGയും EMSും അതുപോലെ സഹാവ് നായനാരും
അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റുകൾ മഹാനായ EMS ഗവൺമെന്റ് അടക്കമുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളാണ് എന്ന് ഈ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഭൂമിക്ക് പരിധി നിശ്ചയിച്ചത് ഈ ഗവൺമെന്റാണ്. കുടികിടപ്പ് അവകാശം ഉറപ്പു ചെയ്തത് ഈ ഗവൺമെന്റാണ്. കർഷക തൊഴിലാളി പെൻഷൻ ഏർപ്പെടുത്തി ഈ ഗവൺമെന്റാ. ഇപ്പൊ 63 ലക്ഷം പേർക്ക് പെൻഷൻ 1600 രൂപ വീതം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഭാവനയാണ്. അല്ലാതെ ഇവിടെ ഭരിച്ചവരെന്ന് കോൺഗ്രസ് ഭരിച്ചെങ്കിൽ കരുണാകരനോ പ്രിയമുള്ളവരെ കോൺഗ്രസിന്റെ ഏത് ഗവൺമെന്റ് ആന്റണിയുടെ ഗവൺമെന്റ് എന്നും തുടക്കം വെക്കുകയാണ് ചെയ്തത്. അധ്വാനിക്കുന്ന മലയോട് ജനതയോട് ഇടുക്കി ജനതയോട് എന്നും വൻഗണാപരമായ നിലപാട് സ്വീകരിച്ചവരാണ് ഇവരെ എന്ന് നമ്മുടെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇടുക്കി ജില്ലയിലെ ഈ മണ്ണിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞത്, മലയോര ജനതയെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞത്, മലയോര ജനതയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായി പട്ടയം നൽകിയത് എല്ലാം ഇടതുപക്ഷ ഗവൺമെന്റുകളാണ്. ഒന്നാം EMS ഗവൺമെന്റ് മുതൽ ഇന്നേ വരെയുള്ള കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകളാണ് സാമൂഹ്യ സുരക്ഷിത രംഗത്ത്, സാമൂഹ്യ പുരോഗതിയുടെ രംഗത്ത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കാൻ 63 ലക്ഷം പേർക്ക് പെൻഷൻ ഉറപ്പ് ചെയ്തത്. എല്ലാം എന്ന് COVID-19 എന്ന മഹാമാരി വന്നപ്പോ കഴിഞ്ഞ പിണറായി വിജയന്റെ ഗവൺമെന്റ് എടുത്ത നിലപാട്, മരണത്തിൽ നിന്നും കേരള ജനതയെ രക്ഷിക്കുന്ന സ്വീകരിച്ച സമീപനം സാർവദേശീയമായി തന്നെ പ്രശംസ പിടിച്ചു പറ്റിയതാണ് ആ ഗവൺമെന്റ് നടപടി. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അത്തരം നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് ഇവിടെ BJPയുടെ വളർച്ച തടയാൻ കഴിഞ്ഞത്. BJPയുടെ വളർച്ച തടയാൻ കഴിഞ്ഞത് അതാണ്. ഞാൻ പറയാം, മറ്റെവിടെയാണ്? നെഹ്റുവിന്റെ നാട്ടിൽ ഇപ്പൊ BJPയാണ് ഭരിക്കുന്നത്. ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നാട്ടിൽ BJPയാണ് ഭരിക്കുന്നത്. തമിഴ്നാട് പിന്നെ DMK ഭരിക്കുന്നത്. വേറെ എവിടെ നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതെല്ലാം പ്രതിരോധിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേട്ടമാണ്. മുൻകാലങ്ങളിൽ മുതല് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നയിച്ച പ്രക്ഷോഭണവും സമരവും അധികാരം കിട്ടിയപ്പോൾ സ്വീകരിച്ച ജനക്ഷേമ പരിപാടിയും ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരാൻ ഗവൺമെന്റുകൾ മാറി മാറി വന്ന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടി, 63 ലക്ഷം പേർക്ക് ഇപ്പൊ പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റിന്റെ നടപടി, എല്ലാ രംഗത്തും പാവപ്പെട്ട ജനതയോടൊപ്പം, അതോടൊപ്പം സാമൂഹ്യ പുരോഗതി, റോഡ് നിർമ്മാണം, എല്ലാ രംഗത്തും സ്വീകരിച്ച നടപടികളാണ് ഈ നേട്ടം കേരളത്തിന് സംഭാവന ചെയ്തത്. അതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയിരിക്കുന്നത്. കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ഇടുക്കി ജില്ലയിൽ ന്യായമായ റോഡുണ്ടായിരുന്നു. ഇടുക്കി ജില്ലയിൽ ന്യായമായ റോഡ്, സഞ്ചാരയോഗ്യമായ റോഡുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇല്ല. ഞാൻ ഈ ജില്ലയിൽ നിന്നൊരു MLA ആണ്. ഇപ്പൊ 4 MLAമാരെ LDFന്റെ പ്രതിനിധികളാണ്. ഇവിടെ ജോസഫ് മാത്രമാണ് UDFന്റെ പ്രതിനിധിയായിട്ടുള്ളത്. ഈ ഇടുക്കി ജില്ലയിലെ റോഡെന്ന് പറഞ്ഞാൽ, മലയോര മേഖലയിലെ റോഡെന്ന് പറഞ്ഞാൽ, നല്ല റോഡ് കണ്ണ് കേരളത്തിൽ ഇടുക്കി ജില്ലയിൽ വലിയ നേട്ടമാണ് റോഡ് നിർമ്മാണ രംഗത്ത് കൈവരിച്ചത്. അതിൽ LDF ഗവൺമെന്റ്, സഹാ പിണറായി വിജയന്റെ 1ാം ഗവൺമെന്റും ഇപ്പൊ സഹാ പിണറായി വിജയന്റെ 2ാം ഗവൺമെന്റിന്റെ സംഭാവന മഹത്തായ സംഭാവനയാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഗവൺമെന്റിന്റെ ഉപജാപം നടത്തുക, ഗവൺമെന്റിന്റെ അപവാദ പ്രചാര വേല നടത്തുക, എങ്ങനെ ഗവൺമെന്റിനെ തേജോപരം ചെയ്യാം, ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ എങ്ങനെ ഞങ്ങളുടെ പാർട്ടിയെ, നമ്മുടെ പാർട്ടിയെ ഇകഴ്ത്തി കാണിക്കാം, ഇതാണ് ഈ രാജ്യത്തെ നിക്ഷിപ്ത താല്പര്യക്കാരും അവർക്ക് കൊടലൂത്ത് നടത്തുന്ന പത്രമാധ്യമങ്ങളും ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യമെന്ന കാര്യം ഞാൻ അങ്ങേയറ്റം പ്രതിഷേധത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇത്തരം പ്രചാരവേലയെ നേരിടാൻ, ജനങ്ങളോടൊപ്പം നിൽക്കാൻ, LDF ഗവൺമെന്റിന്റെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ, കേരളത്തിന്റെ ഭരണസ്ഥിരത നേടിത്തന്ന കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ നിലപാടെടുക്കാനും ഈ ഗവൺമെന്റിനെ വരുന്ന എല്ലാ ഉപജാപങ്ങളെയും നേരിടാൻ ഈ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ കീഴിൽ ഇടുക്കി ജില്ലയിൽ വികസന രംഗത്ത്, റോഡ് നിർമ്മാണ രംഗത്ത് കൈവരിച്ച മഹത്തായ നേട്ടം
കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെല്ലാം LDF ഗവൺമെന്റിനെ പിന്താങ്ങേണ്ട, LDF ഗവൺമെന്റിന് പിന്നിൽ അണിനിരക്കേണ്ട ബാധ്യത, എല്ലാ അർത്ഥത്തിലും വരെ സഹായിക്കേണ്ട ചുമതല ഇടുക്കി ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഞാൻ പറയാം, ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഇവിടെ PJ ജോസഫാണ് MLA എന്നതുകൊണ്ട് ഇവിടുത്തെ റോഡ് നിർമ്മാണത്തിലൊന്നും ഞങ്ങളൊന്നും ഒരു അനാഥയും കാണിച്ചിട്ടില്ല. ഹൈറേഞ്ച് മേഖലയിലെ റോഡ് നിർമ്മാണ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ സംസ്ഥാന ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന്റെ ഫലം പ്രിയമുള്ളവരെ, 1ാം പിണറായി വിജയൻ ഗവൺമെന്റും 2ാം ഗവൺമെന്റും വഹിച്ച പങ്ക് അതിപ്രധാനമാണെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹാക്കളെ, ഇന്നത്തെ പരിപാടി മഹാസംഭവമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ്. വലിയ വികസന പങ്കാളിത്തത്തോടുകൂടി റെഡ് വാളണ്ടിയേഴ്സിന്റെ പരേഡ്, ആവേശം പകരുന്ന പരേഡ്, ബഹുജന പങ്കാളിത്തം, തൊടുപുഴ പട്ടണത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ബഹുജന മുന്നേറ്റമായി ഈ സമ്മേളനത്തെ മാറ്റിയ ഇടുക്കി ജില്ലയിലെ പാർട്ടിയെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, മാർക്സിസ്റ്റിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ, അതിന്റെ നേതൃത്വത്തെ അഭിവാദ്യം ചെയ്യാൻ, അഭിനന്ദനം അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. ഇനി നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, പാർട്ടി ഘടകങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കരുത്തുറ്റതാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ, ഇടുക്കി ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന്, ജില്ലാ കമ്മിറ്റിക്കും അതിന്റെ താഴെയുള്ള ഘടകത്തിനും കഴിയേണ്ടതുണ്ട്. അതിന് ആസ്പദമായ സംഘടിത പ്രസ്ഥാനം, ബഹുജന പ്രസ്ഥാനം ഊട്ടി ഉള്ളത്താൻ നിശ്ചയമായും നമ്മളെല്ലാം അണിനിരക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനം തന്നെ ഇവിടെ ഈ പ്രദേശത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലാണ്. യഥാർത്ഥ പാർട്ടിയുടെ ഒരു കരുത്തും ശക്തിയും എല്ലാം പ്രകടിപ്പിക്കാൻ ഇവിടെ കഴിയില്ല. അതിനുള്ള കേന്ദ്രീകരണമില്ല. പക്ഷേ തൊഴിലൂടെ പട്ടണത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലയിലുള്ള ബഹുജന മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇടുക്കി ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്വാധീനത്തിന്റെ ഒരു ചെറിയ അളവ് മാത്രമാണ് ഇവിടെ പ്രകടമാക്കിയതെന്ന കാര്യം അഭിമാനബോധത്തോടുകൂടി ഈ ജില്ലയിലെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് സമാപിച്ച ജില്ലാ സമ്മേളനം ഭാവി പരിപാടി അംഗീകരിച്ച് പുതിയ മുന്നേറ്റത്തോട് സാധ്യമാക്കണം ഇടുക്കി ജില്ലയിലെ പാർട്ടിയെയും വർഗവിജയ പ്രസ്ഥാനത്തെ എന്ന വ്യക്തമായ ഭാവി പരിപാടി അംഗീകരിച്ചുകൊണ്ടാണ് സമാപിച്ചിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും എന്നും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങളെ സഹായിക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും പത്രമെടുത്ത് സഹായിക്കുകയും എല്ലാ അർത്ഥത്തിലും പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും പങ്കെടുത്ത് ഞങ്ങളോടൊപ്പം എന്നും നിലയുറപ്പിച്ച ബഹുജനങ്ങളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം മഹാസംഭവമാക്കാൻ നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയെ, അതിന് നേതൃത്വം കൊടുത്ത വീണ്ടും സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സഖാവ് CV വർഗീസിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവകരമായ അഭിവാദനം.